ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ മാവൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിലാണ് താമസിച്ചത്. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം മൗണ്ട് അബുവിലേക്കാണ് പോകുന്നത്. ചോക്കാറാം എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായില്ല, അപ്പോൾ രണ്ടുപേരെ പറഞ്ഞ് ഏൽപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ പുള്ളിയോട് വലിയൊരു നന്ദി ഉണ്ട് കേട്ടോ. ഓക്കെ 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 താങ്ക് യു. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ ബോർഡർ കയറിയപ്പോൾ തന്നെ റോഡിൻ്റെ ഈ സൈഡിൽ ഒരുപാട് ഇതുപോലെ മാർബിൾ ഷോപ്പ് ഇങ്ങനെ കാണാൻ പറ്റൂട്ടാ. എനിക്ക് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോടാ, പണ്ടറിയായിരുന്ന രാജസ്ഥാൻ മാർബിൾസ്, ഒട്ടകം, മരുഭൂമി, ഇത്രയായിരുന്നു അതിനെക്കുറിച്ചുള്ള ചിത്രം. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിത് നല്ല അടിപൊളി ഒരു സ്ഥലമാട്ടോ കിട്ടിയത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇതിൻ്റെ ചുവട്ടിലൊന്നും വരാൻ പാടില്ല, അങ്ങനെയൊക്കെ തോർത്തു. അപ്പോൾ അപ്പുറത്തെ കടയിൽ ചെന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇവിടെ കുക്ക് ചെയ്താൽ. അപ്പോൾ അവർ പറഞ്ഞു നോ പ്രോബ്ലം, കുക്ക് ചെയ്തോ. എനിക്ക് ഏതോ ഭാഷയിലൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പ്രോബ്ലം ഇല്ല. അപ്പം എന്നാൽ ഞങ്ങളിവിടെ കുക്ക് ചെയ്യട്ടെ. നമ്മൾ മൗണ്ട് അബു വൈൽഡ് ലൈഫ് സാങ്ച്വറിലേക്ക് എൻ്റർ ചെയ്യുവാണേ. അപ്പോൾ ഈ ഇങ്ങോട്ടൊക്കെ കയറിയപ്പോഴത്തേനും ചൂടൊക്കെ മാറി നല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ തണുപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോണ വഴിയൊക്കെ സൂപ്പറാണ്. ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ആട്ടോ, നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. അങ്ങനെ നമ്മൾ മൗണ്ട് അബുവിലെ പ്രശസ്തമായ ദിൽവാര ടെമ്പിൾസിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് അതിൻ്റെ പുറമേ നിന്നുള്ളൊരു നല്ലൊരു വ്യൂ ആട്ടോ. നമ്മൾ ഇടപെടലും തേഞ്ഞു ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. ദിൽവാര ടെമ്പിളിനകത്ത് വീഡിയോസ് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ദൃശ്യങ്ങൾ കണ്ണിലെടുത്തുകൊണ്ട് പോരാനേ പറ്റത്തുള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിവരിക്കാന്നേ ഉള്ളൂ. ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ്. എല്ലാവരും ഇതുവഴി കയറി പോകുന്നു, അപ്പോൾ നമ്മൾ ഇതുവഴി കയറി പോകുന്നു. ധൈര്യമായിട്ടൊക്കെ ഞാൻ പറയലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലം കണ്ട് പുറത്തിറങ്ങിയിട്ടോ. ഒരു 11-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ പണി കഴിപ്പിച്ച് ഈ അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ച ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാട്ടോ. ഈ ജൈനക്ഷേത്രങ്ങൾ മൊത്തം മാർബിൾ കൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ അകത്ത് നടത്തിയിരിക്കുന്ന കൊത്തുപണികളൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇവർ ചെയ്തത്. ഈ അമ്പലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മാർബിൾസ് കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ഒരു കുന്നുകളിൽ നിന്നാണ്, അരസോരി കുന്നുകളിൽ നിന്നാണ് മാർബിൾസ് ഇവിടെ എത്തിച്ചേക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഗതാഗതം ഇല്ലാത്തതുകൊണ്ട് ആനയുടെ പുറത്ത് വെച്ചിട്ടാണ് ഈ മാർബിൾസ് എല്ലാം ഈ അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ ആനകളോടുള്ളൊരു നന്ദി സൂചകമായിട്ട് ഈ അമ്പലത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തായിട്ട് ഏകദേശം 10ഓളം ആനകളുടെ മാർബിൾ ശില്പങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാജസ്ഥാനിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് ദിൽവാര ടെമ്പിൾ. മാർവാടിയൊരു സാധനം വാങ്ങാൻ കയറിയതാണ്. കയറുന്നത് അവിടെ എഴുതി വെച്ചേക്കണം. അപ്പോൾ ഒരു വലിയൊരു ബൗളിലൊക്കെയാണ് ഇതിൻ്റെ പരസ്യം. അപ്പം ഞങ്ങൾ അത്യാവശ്യം വലിയൊരു ബൗളിൽ കിട്ടും എന്ന് ഓർത്ത് 80 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. വന്നത് കണ്ട് ഒരു കുഞ്ഞി ശാസ്ത്രം പേടയില്ലേ, പേട, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്, അതിൻ്റെ ലിക്വിഡ് രൂപമൊന്നുള്ളൂ. പിന്നെ ഈ സ്ഥലത്തെ സ്പെഷ്യലാണ് ഈ മാർവാടിയുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ദിൽവാര ടെമ്പിൾസിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ ബിക്കാനീർ ഡയറക്ഷനിലേക്കാണ് പോണത്. നമ്മൾ ജോധാപൂർ വഴിക്കാണ് പോണത്. ജോധാപൂർ ടച്ച് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ കാണാം.